സമയം നിന്നെ വിളിക്കുന്നത്, നീ എന്താ ഫോൺ എടുക്കാത്തെ? പപ്പായും മമ്മായി നാട്ടിലെത്തിരി തിരിച്ചു വിളിച്ചതാ, അതാ ഫോൺ എടുക്കാൻ പറ്റാൻ. ഞാൻ പറഞ്ഞതല്ലേ നാട്ടിൽ പോകുന്ന കാര്യം. പിന്നെ നീ ഇറങ്ങിയില്ലേ? ട്യൂഷന് പോവാന്ന് പറഞ്ഞിട്ടാ ഇറങ്ങി. ഞാൻ ട്യൂഷന് പോട്ടേടാ. ഇനി കളിപ്പിക്കാൻ നിൽക്കല്ലേ, നീയല്ലേ എന്നോട് പ്രോമിസ് ചെയ്ത് വരാന്ന്. പിന്നെന്താ? അത് പിന്നെ നീ മാത്രല്ലേ ഉള്ളൂ. ഞാനെന്താ നിന്റെ വിങ്ങിക്കളി? ഇത്രയായിട്ടും നിനക്കെന്നൊരു വിശ്വാസം? അതൊന്നുമല്ല, എന്തോ എനിക്കാകെ പേടിയാവുന്നു. എന്തിനാ ചുമ്മാ പേടിക്കുന്നത്? എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത്. എന്നാലും എനിക്ക് കേൾക്കണ്ട. നേരെ ടാക്സി എടുത്തോണ്ട് പോന്നാ ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ് എടുത്തില്ലേ? വരണേ. किधर जाने का? സലാം. എന്താണ്, കുറെ നേരം ആയല്ലോ. നീ എന്തിനാ മറന്നാ? ഞാൻ നാട്ടിൽ പോയില്ലേ. ഓ, ഇന്നാ നീ നാട്ടിൽ പോന്നേ? എന്റെ ഊഹം തെറ്റിയില്ല. അപ്പൊ നീ മറന്നു. ഇന്നലെ ഞാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാ, തീരെ സമയം കിട്ടിയില്ല. ഞാൻ എന്റെ ഫ്ലാറ്റ് എടുത്ത് വന്നിരുന്നു. അവിടെ ഭയങ്കര പോലീസും ബഹളവും ഒക്കെ. ആരെ അകത്തൊരു കയറ്റി വിടുന്നില്ല. അതെന്ത് പറ്റി? ഏയ്, അതൊന്നും അല്ലടാ. എന്റെ അപ്പുറത്ത് താമസിക്കുന്ന ഫാമിലി ഇല്ലേ? ഏത്? നീ അറിയും. ആ കൊച്ചിയിലുള്ളതാ? അത് തന്നെ, ആ കൊച്ചിയിലുള്ള. അതെ അതെ ആ ട്രാവൽസ് കിടന്നേ. ആടാ, അവിടെ ഇപ്പോ ആ മൂത്ത ചെക്കനെ ഉള്ളേ. ബാക്കിയെല്ലാവരും നാട്ടിലേതോ കല്യാണം എന്തോ കൂടാൻ പോയിരിക്കുക. അതെ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതിലെ പോയപ്പോഴേ ആ ഫ്ലാറ്റിന്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര സൗണ്ട്. എന്നിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഡോറിൽ മുട്ടിട്ടൊന്നും തുറക്കുന്നില്ല. പിന്നെ ഞങ്ങൾ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നപ്പോഴല്ലേ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായത്. എന്താ സംഭവിച്ചേ? വീട്ടിലിപ്പോ ആരും ഇല്ലല്ലോ. ആ തക്കൻ നോക്കി ഓന്റെ ഗേൾഫ്രണ്ടിനെ പൊക്കി. എന്നിട്ട് ഒപ്പം ഓന്റെ ചെങ്ങാതി ഉണ്ടായിരുന്നു. ചെങ്ങാതി ഉള്ളത് ഓൾ അറിഞ്ഞിട്ടില്ല. ചെങ്ങാതി എന്താ ചെയ്തെന്നറിയോ? ജ്യൂസിൽ എന്തോ പൊടിയിട്ട് കൊടുത്തിട്ട് ഓളെ മയക്കി. പറയട്ടടാ, നിനക്കിത് മാത്രമേ ഉള്ളൂ ചിന്ത? ഒന്നും നടന്നെന്ന് തോന്നുന്നില്ല. ഒടുവിൽ ചെങ്ങാതിമാർ തമ്മിൽ വഴക്ക് വടിയായി, കത്തിക്കുത്ത് വരെ എത്തി. പോലീസ് എത്തി. ഡോറ് തുറന്നപ്പോ ഓള് ബെഡ്റൂമിൽ ബോധമില്ലാതെ കിടക്കുന്നു. ഒരുത്തൻ ബാത്റൂമിൽ ഞരമ്പ് മുറിച്ചു. മറ്റവനെ ഓൻ കുത്തിയില്ലേ. പിന്നെ ആംബുലൻസ് ഒക്കെ വന്ന് 3 ആളിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുക. എല്ലാ ലവ് സ്റ്റോറിയിലും ഇങ്ങനെ ഒരു വില്ലൻ ഉണ്ടെങ്കിൽ തീർന്നില്ലേ? ഇപ്പൊ നല്ല പ്രണയമൊന്നുമില്ലടൂ. എന്ത് പ്രണയം, മണ്ണാങ്കട്ട ഒക്കെ കണക്കാ. ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഓടെ ഉപ്പാനും ഉമ്മാനെയും കണ്ടു. ആ ഉമ്മാന്റെ കണ്ണീര് കാണുമ്പോൾ പടച്ചോനെ ഓർക്കാൻ കൂടി വയ്യ. ഓർമ്മിക്കുമ്പോൾ നിന്റെ മക്കളുടെ കാര്യം ഓർമ്മ വരുന്നത്. അല്ല, നിനക്കും 2 പെൺകുട്ടികളല്ലേ? എക്സ്ക്യൂസ് മീ, കരാമ സെന്റർ ആ ഗയാ मैडम? नहीं वापस जाएगा. ഏയ് അല്ലടാ. ഓക്കേടാ, ബൈ. നാട്ടിൽ എത്തിട്ട് വിളിക്കുന്നീ. ഓക്കെ, ബൈ. You saved my life. Thanks. ഇതെന്താ ഇപ്പൊ എങ്ങനെ?